ഡിവൈഎഫ്ഐ കോതമംഗലം മുനിസിപ്പൽ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. ക്യാമ്പ് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അനീഷ് എം മാത്യു ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2 വർഷക്കാലമായി ഡിവൈഎഫ്ഐ കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള പരിപാടികളിൽ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ഏറ്റവും അധികമായി നമ്മുടെ നാട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന യുവത്വത്തെക്കുറിച്ചാണ്. അതിന്റെ പ്രതിരോധം തീർത്തുകൊണ്ടാണ് നാട്ടിലെ കളിയിടങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് അവധിക്കാലമായാലും അല്ലാത്ത സന്ദർഭത്തിലായാലും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും കളിയിടങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനും കളിയിടങ്ങൾ ലഹരിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നീന്തൽ പരിശീലനം നമുക്കറിയാം, കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു പരിശീലന മാർഗമാകുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കളിയിടങ്ങളിലേക്ക് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ആകർഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുകയാണ് ഡിവൈഎഫ്ഐ ഉദ്ദേശിക്കുന്നത്. ബ്ലോക്ക് സെക്രട്ടറി ജിയോ പയസ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എൽദോസ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ പ്രസിഡന്റ് ജിബിൻ കെ.ആർ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് സി.ടി സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി ബേസിൽ എൽദോസ് നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എൽസൺ വി സജി, അരുൺ ബോബൻ, മേഖലാ ട്രഷറർ ബേസിൽ ദാവീദ്, മേഖലാ സെക്രട്ടേറിയറ്റ് അംഗം ജിബിൻ ജോയ്, മുനിസിപ്പൽ കൌൺസിലർ സിബീസ് കറിയ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ചന്ദ്രപാൽ കെ.ജെ, പ്രതീഷ് തങ്കപ്പൻ, ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ, സിപിഐഎം പിണ്ടിമന ലോക്കൽ സെക്രട്ടറി ടി.സി. മാത്യു, സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറിമാരായ സന്തോഷ് പി.കെ, നവീൻ കുമാർ എം.സി, എ.വി. സന്തോഷ്, റിട്ടയർഡ് എസ്.ഐ. വി.കെ. പൗലോസ്, പാർട്ടി അംഗങ്ങൾ, പ്രദേശവാസികൾ തുടങ്ങി നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 10 വർഷക്കാലമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പിന് ഇത്തവണയും വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളതെന്നും എത്തിയിട്ടുള്ള മുഴുവൻ കുട്ടികളും പരിശീലനം പൂർത്തിയാക്കുന്നതുവരെ ക്യാമ്പ് തുടരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നീന്തൽ ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാലയളവിലാണ് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് വരുന്നത്. ഇവിടെ ഇടങ്ങളിൽ വിദ്യാർത്ഥികൾ, കുട്ടികൾ, സ്ത്രീകൾ നീന്തൽ അറിയാത്തതിന്റെ ഭാഗമായി മരണപ്പെടുന്ന വാർത്തകൾ അനുദിനം കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്ന കാലയളവിലാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി തന്നെ ഡിവൈഎഫ്ഐ സംഘടനാ ഘടകങ്ങളുടെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ക്യാമ്പയിനുകൾ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് വരണമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനപരമായിട്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലം മുമ്പ് ഡിവൈഎഫ്ഐ മുനിസിപ്പൽ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.